ഓക്കേ. അത് ഹായ്, വെൽക്കം ബാക്ക് ടു ക്യാമ്പ് കിച്ചൺ. ഞാൻ ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തായ് റെസിപ്പിയാണ്, ഒരു സിമ്പിൾ തായ് റെസിപ്പി, പാണ്ടൻ ചിക്കൻ. അപ്പം നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം ഒരു 200 ഗ്രാമിനടുത്ത് ചിക്കൻ വേണം. എല്ലില്ലാത്ത ചിക്കൻ വേണം. ചിക്കൻ ബ്രസ്റ്റാണ് അടിപൊളി. പിന്നെ നെക്സ്റ്റ് വേണ്ടത് ഓയിസ്റ്റർ സോസ്. ഇതൊരു 2.5 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ഉണ്ട്. അപ്പം നമുക്കത് ഇതിലേക്കിടാം. ഓക്കെ. പിന്നെ ഫിഷ് സോസ് ആണ് ഇത്, 2 ടീസ്പൂൺ ഫിഷ് സോസ് ആണിത്. അപ്പം അതും ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ അടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് നല്ലെണ്ണ. പിന്നെ ഉള്ളത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇത് 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു 8-9 കുരുമുളക്, പിന്നെ 2 മല്ലിയിലയുടെ വേര്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയായിട്ട് കണ്ട് ഇതിൽ കണ്ടില്ലേ, അതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് നമ്മളിത് ചതച്ചെടുക്കണം. അപ്പം ഇതുകൊണ്ട് അതിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പം ഇൻഗ്രീഡിയൻറ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യുക. ജിംബോ മിക്സ് ചെയ്യോ? അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ മസാല ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 to 3 hours നമ്മൾ മാക്സിമം ഒരു മാരിനേഷൻ ചെയ്യാൻ വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് സെറ്റാവും. അപ്പോൾ നമുക്ക് 2-3 hours നമുക്കതൊന്ന് മാരിനേഷൻ ചെയ്യാൻ വയ്ക്കാം. ഓക്കെ. ഇത് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്തതാണ് നമുക്ക് ഈ ഇല വെച്ചിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പാണ്ടൻ ലീവ്സ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാട്ടിൽ നിന്ന് രമ്പ എന്നും പറയും. ഞാനിത് ശരിക്കും റീസെൻ്റ്ലി ആണ് ഈ ഒരു ഇലയെക്കുറിച്ച് അറിയുന്നത്. ശരിക്കും നമ്മൾ ഈ ബിരിയാണി കറികളിലൊക്കെ ഈ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇല യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ സ്മെല്ല് ഒന്നും ഇല്ല ശരിക്കും, പക്ഷേ ഇത് കുക്കായി വരുമ്പോഴാണ് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഇല വെച്ച് നമ്മളിത് റാപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് റാപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ പീസ് വെച്ച്, ഒരൊറ്റ പീസ് മതി. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പം നന്നായി ശ്രദ്ധിക്കണം, വലിയ പീസുകളൊന്നും എടുക്കണ്ട, ചെറിയ പീസായിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൽ ഓവർ സൈസ്ഡ് ആയി പോകും. നമ്മളിത് ഇങ്ങനെ എടുത്ത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഇത് സ്റ്റിക്ക് വെച്ച് ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് നമ്മളിത് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാനിലിടുന്ന സമയത്ത് ഇങ്ങനെ കുത്തി നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ. ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഒരു കുഞ്ഞി ചിക്കൻ വയ്ക്കുന്നു കണ്ടോ, ഇങ്ങനെ റാപ്പ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മൾ ചിക്കൻ അതിൻ്റെ ഉള്ളിൽ അങ്ങ് റാപ്പ് ചെയ്യണം. ചിക്കനെ കാണരുത് നമ്മൾ. എവിടെയാണോ ചിക്കൻ കാണുന്നത് അവിടെ നമ്മൾ ഒന്നുകൂടി റാപ്പ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഇത് 2 ടൈപ്പിൽ റാപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്. ഓക്കെ. ഇത് ഒന്നും കൂടെ നോക്കിക്കോളൂ. അവിടെ വയ്ക്കുക. ഒരൊറ്റ റൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം കാണുന്നിടത്ത് ഇങ്ങനെ റാപ്പ് ചെയ്യുക. അപ്പോൾ അത് ഈ ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് റാപ്പ് ചെയ്യുക. ഇങ്ങനെ വയ്ക്കുക. നമ്മൾ ഇവിടെ കാണുന്നുണ്ടല്ലോ.
എന്നിട്ട് നമ്മൾ ഈ ഭാഗം വെച്ച് പിൻ ചെയ്യും. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ആവാൻ നോക്കണേ, ഫ്ലാറ്റ് ആവാൻ നോക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാനിൽ വെക്കുമ്പോൾ ഇങ്ങനെ കുത്തി നിൽക്കും. നമ്മൾ ഫ്ലാറ്റ് ആക്കിയിട്ട് വെക്കാം. അത്യാവശ്യം വലുപ്പം വേണം കേട്ടോ. അപ്പോഴൊരു ഓക്കെ. അപ്പോൾ നമ്മൾ റാപ്പിംഗ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കുക്കിംഗ് ആണ്. ഇത് 2 സ്റ്റെപ്പായിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യുന്നത്. ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് തന്നെ എടുത്ത് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റീം ചെയ്യാനായിട്ട് പോവാം. ഓക്കെ. ഇത് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പം ഇതെല്ലാം വെക്കുവാണ്. നമ്മൾ 15 മിനിറ്റാണ് സ്റ്റീം ചെയ്യാൻ വെക്കേണ്ടത് കേട്ടോ. പിന്നെ അറിയാലോ അല്ലേ, കാരണം നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സിമ്മിലിട്ട് വെക്കുക. ഇത് 15 മിനിറ്റ് സ്റ്റീം ചെയ്യുക. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇലയുടെ. അടച്ചു വെച്ചു. ഇനി 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ ഈ അവസ്ഥ എന്നുള്ളത്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്യണം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയല്ല, വെജിറ്റബിൾ ഓയിൽ. ഇത് നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ അടുത്ത പാൻ വെച്ചു. ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. കുറച്ച് എണ്ണയായിട്ട് ഒഴിക്കരുത്, അത്യാവശ്യം എണ്ണ വേണതിന്. ഞാനത് വെജിറ്റബിൾ ഓയിലാണ് ഇടുന്നത്, വെളിച്ചെണ്ണയല്ല കേട്ടോ. വെളിച്ചെണ്ണയാകുമ്പം ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വാഴയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ വാഴയില നോക്കിയിട്ടുണ്ടായിരുന്നു. വാഴയില ആകുമ്പോഴും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ ഇലയിൽ ഈ രമ്പയിൽ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായി ഇത് ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാനൊന്ന് സിമ്മിലാക്കി വെക്കുവാണ്. പിന്നെ ഇത് ഇടുന്ന സമയത്ത് നോക്കണം, കാരണം ഇത് ആവിയിലാക്കിയതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അത് പൊട്ടിത്തെറിക്കൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മാറി നിൽക്കണേ. ഓക്കെ, ഞാനൊരു 4-5 എടുത്തിട്ടുണ്ട്. ഇത് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി പൊട്ടിത്തെറിക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് വിട്ട് നിന്ന് ഇടണം. എന്താ മണം വരണുണ്ടോ? ചിക്കൻ 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 വിട്ട് നിന്നാണ് ചിമ്പോ. എന്നൊക്കെ ചൂട് 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 കള്ളി. നമ്മൾ ഓരോന്നെടുത്ത് ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കും. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പാണ്ടൻ ചിക്കൻ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 ടൈപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കുള്ള രീതി, അതായത് സ്റ്റീമിങ്ങും പ്ലസ് ഫ്രൈയിങ്ങും ചെയ്തിട്ട്. ഇത് സ്റ്റീമിങ് മാത്രം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഇതാണ് ശരിയായിട്ടുള്ള രീതി കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ജിമ്പ കഴിക്കണോ? ഏതാ വേണ്ടേ? ഗ്രീൻ. ഓ ഗ്രീൻ. പിന്നെ ഇത് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിലാണ്, ബൈറ്റ് സൈസാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് വരിക. ഞം 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 ഞം. കുറേ ഉണ്ട്. ഉപ്പുണ്ടെന്ന് പറയുമോ? കണ്ടോ, നല്ല ടെൻഡറായിട്ടുണ്ട് കേട്ടോ.
എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഇല്ലേ? എന്താ അവസ്ഥ? എങ്ങനെയുണ്ടെന്ന് പറ. ഓക്കെ, അപ്പോൾ ഇതിവിടെ വെച്ചേക്കട്ടോ. നമുക്ക് ഇത് നോക്കാം. അത് മതിയോ? കള്ളി ടേസ്റ്റ് ഉണ്ടോ? പിന്നെ ഇതിനെ കഴിക്കണത് കൊള്ളത്തി. അത് ഞാൻ ഇതും കൂടെ ഒന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ. ഇതാണ് ഫ്രൈ ചെയ്തത്. ഈ ഒരു പീസാണ് ഇതിന് പറ്റിയ ഒരു സൈസ്. പിന്നെ ബൈറ്റ് സൈസ് ആയിട്ടുള്ള പീസായത്. കഴിച്ചു നോക്കിയേ. ഇത് കൈ പിടിച്ചോ. ടേസ്റ്റ് ഇല്ലല്ലേ? ടേസ്റ്റ് ഇല്ലല്ലേ? ചൂടില്ല. ഗ്രീൻ. ഇതൂടെ കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഇല്ല? എന്ത്? സംഭവം കേട്ടോ. അപ്പോൾ ഈ പാണ്ടൻ ചിക്കൻ എല്ലാം സെറ്റായി, കഴിക്കൽ കഴിഞ്ഞതേ ഓരോരുത്തർ. അപ്പോൾ ഇതിൽ 2 ടൈപ്പായിട്ടാണ് ഞാൻ സെർവ് ചെയ്തത്. ഒന്ന് നമ്മൾ സ്റ്റീം ചെയ്തത്, പിന്നെ ഒന്ന് സ്റ്റീം പ്ലസ് ഫ്രൈയിങ്. അപ്പോൾ സ്റ്റീം ആണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഡറായിട്ടിരിക്കും. ഇപ്പോൾ സ്റ്റീമും പ്ലസ് ഫ്രൈയിങ് ചെയ്തത് അത് പറയുക ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഫ്ലേവറും കിട്ടും. പിന്നെ ഇത് നമുക്ക് വാഴയിലും ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പം രംബ ലീവ്സ് കിട്ടാത്തവർ വാഴയിൽ ട്രൈ ചെയ്തെങ്കിൽ അത് വാഴയിൽ നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ ഈ ഒരു ഫ്ലേവർ കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇതിനുള്ള മസാലയെല്ലാം ആക്കിയിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. അല്ലേ ജിംബ? അല്ലേ? അല്ല, ഇവിടെ ഒന്ന് നോക്കിയേ. ഒരെണ്ണം പോലും ഷൂട്ട് ചെയ്ത ആൾക്ക് ബാക്കി വെച്ചിട്ടില്ല. എല്ലാം ജിംബ തീർത്തു. കഴിഞ്ഞു. അയ്യോ, തീർന്നുട്ടാ. അപ്പൊ എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കാരണം അവർക്ക് കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുത്താൽ ചിക്കൻ തരും. ടാറ്റാ. ഇല്ല, ചിക്കൻ ഇല്ല. ടാറ്റ തരാം. കഴിച്ചോട്ടെ ചെയ്യുമ്പോ തരാടി നിനക്ക്. ഇല്ലില്ല, ടേസ്റ്റിന് പക്ഷെ കുറച്ച് ഹാർഡായിട്ടുണ്ട്. അതെയോ? എനിക്ക് എത്ര സ്റ്റീംഡാകുമ്പോ കുറച്ച് സോഫ്റ്റ് ആണ്. പിന്നെ അങ്ങനെയല്ല, നമ്മൾ ഫ്രൈ ചെയ്ത സമയത്ത് കുറച്ച് കൂടുതലായിപ്പോയി. അതായത് ഓഫ് ചെയ്തിട്ട്, അതായത് പൊട്ടിത്തെറിച്ചല്ലോ നന്നായിട്ട്. ആ പൊട്ടിത്തെറിച്ചപ്പോ തന്നെ ചെറിയ ബൈറ്റ് സൈസ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഫ്രൈ ആയിട്ടുണ്ടായിരിക്കും. അതാ എനിക്ക് കിട്ടിയത് ചെറിയൊരു ബൈറ്റ് സൈസാ. അപ്പൊ അത് പെട്ടെന്ന് ഫ്രൈ ആയി കാണും. അതുകൊണ്ടാണ് ഇത്ര അധികം ഫ്രൈ ചെയ്ത് ചെയ്യാണ്ട് വെച്ചോളൂ. കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചോളൂ. ഒരു നമ്മളൊന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇത് ശരിക്കും നല്ല ബ്രൗൺ ആയി. ഗോൾഡൻ ബ്രൗൺ ആണ് ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞല്ലേ? ബേബി ജിംബനും സ്റ്റീംഡാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് മാത്രമേ ഗ്രീൻ കുട്ടികൾക്ക് സ്റ്റീംഡാണ്. സ്റ്റീം ചെയ്താലും കഴിക്കാലോ, കാരണം കുക്ക് ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സ്റ്റീം ചെയ്തിട്ടേ നെക്സ്റ്റ് സ്റ്റീം ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഡീപ്പാക്കണ്ട. ഓക്കെ, കട്ട് ചെയ്തു.